നമസ്തേ. ഇഹാമുത്ര ഫലഭോഗ വിരാഗം ചർച്ച ചെയ്യപ്പെട്ടു. ഈ ലോകത്തും പരലോകത്തുമുള്ള സുഖങ്ങളോട് താല്പര്യം തോന്നായിക, സാമാന്യമായ സുഖങ്ങളോടല്ല അമിതമായ ഭോഗ ആസക്തി. ഈ ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ടതെല്ലാം ഈശ്വരൻ്റേതാണ്. ഈശ്വരൻ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അനുഭവിക്കാവുന്ന രീതിയിൽ തന്നെയാണ് സൃഷ്ടി നടത്തിയിരിക്കുന്നത്. അപ്പം അതൊക്കെ നമുക്ക് അനുഭവിക്കാനും ഉപയോഗിക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യവും അവകാശവുമുണ്ട്. പക്ഷെ അതിനോടുള്ള ഒരു വലിയ ആസക്തി ഉണ്ടല്ലോ, അതാണ് ഇവിടെ കുറയ്ക്കണമെന്ന് പറയുന്നത്. അത്യധികമായ ഒരു താല്പര്യം അത് കുറയ്ക്കണം. നമുക്ക് ആവശ്യമുള്ളത് അന്നവസ്ത്രാദി മുട്ടാതെ ഈ ലോകത്ത് ദൈവം തരുന്നുണ്ട്, തന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരാൾക്ക് പോലും അതിനകത്ത് മുട്ടൊന്നും വരുന്നില്ല, ശ്രദ്ധിച്ചു നോക്കിയാൽ. പിന്നെന്താണ്, എനിക്ക് അമിതമായ വേണം, എല്ലാറ്റിൻ്റെയും എക്സ്ട്രീമിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹം. പണം എത്രമാത്രം വേണം, അതിനൊരതിരുമില്ല. എത്രമാത്രം സ്വത്ത് സമ്പാദിക്കണം, ഭൂമി സമ്പാദിക്കണം, അതിനും അതിരില്ല. എനിക്ക് ഈ പ്രദേശം മുഴുവൻ കിട്ടിയാൽ, അല്ലെ ഈ രാജ്യം മുഴുവൻ കിട്ടിയാൽ എന്നുള്ളതാണ്. നിന്റെ വീട് എത്ര സ്ക്വയർ ഫീറ്റ് വേണം, എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടോ അത്രയും വലിയ കാര്യം എന്നാണ് വിചാരിക്കുന്നത്. 5000 വേണോ, 2000 വേണം, 3000 വേണം. പലയിടത്തും ഈ വീടിൻ്റെ കാര്യം കാണുമ്പോൾ കഷ്ടം തോന്നുന്നു. ഭാര്യയും ഭർത്താവും മാത്രമായിരിക്കും വീട്ടിൽ കഴിയുന്നത്, കുഞ്ഞുങ്ങളൊക്കെ വിദേശത്തായിരിക്കും. ചിലയിടത്തൊക്കെ വിദേശ രാജ്യങ്ങളിലെ അവിടുത്തെ സിറ്റിസൺഷിപ്പ് കൂടെ മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. എന്നാലും ഇവിടെ ഒരു 3 നില കെട്ടിടം, 4 നില കെട്ടിടം ഒക്കെ ഉണ്ടാക്കിയിടുക. പൈസ ഉണ്ടെങ്കിൽ വീട് നല്ലതുണ്ടാക്കട്ടെ, അതൊക്കെ സന്തോഷം. പക്ഷേ അതുകൊണ്ടുള്ള ആവശ്യങ്ങൾ എന്ത്? ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാമെന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു വീട് 1, 2, 3 മുറിയുടെ ആവശ്യമുള്ള സ്ഥാനത്താണ് 25-30 മുറിയുള്ള വീട് പണിയുന്നത്. ഇത് താമസിക്കാനുള്ളതാണ് എന്ന് മനസ്സിലാവുന്നില്ല. താമസിക്കാൻ നമുക്ക് വീട് വേണം, നല്ല വീട് വേണം, വൃത്തിയുള്ള വീട് വേണം, എല്ലാ സൗകര്യങ്ങളോടും കൂടിയ വീട് വേണം. പക്ഷേ അതിൽ അങ്ങേയറ്റത്തേക്ക് പോവുക, അതാണ് ഈ ഭോഗങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് വീട് വേണം, കുഞ്ഞു വീട്, ചെറിയ വീട്, എത്ര സുഖമാണ് താമസിക്കാൻ, സംതൃപ്തമായിട്ട് ജീവിക്കാം. പലരും വീട് പണിതിട്ടിട്ട് അതൊന്ന് തൂത്തുവാരാൻ പോലുമുള്ള കാര്യങ്ങളിൽ വളരെ ബുദ്ധിമുട്ടുന്നത് കാണാം. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ അതിനെ നിരുത്സാഹപ്പെടുത്തിയത്. വീടിന് അധികം പണം ചെലവാക്കരുതെന്ന് ഗുരു വളരെ നിഷ്കർഷയോട് പറയുകയും ചെയ്തു. ഗതാവശ്യത്തിൽ കൂടുതൽ ചിലവാക്കിയാൽ അത് ഒന്നാമതേ ഒരു ഡെഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാറുന്നു, പിന്നെ ഒരു ബാധ്യത, ഭാരമായിട്ടും മാറുന്നു. താഴേക്ക് മുകളിലേക്കൊക്കെ 3 നില കെട്ടിടമുള്ള വീടിൻ്റെ മുകളിൽ ചിലപ്പോഴെങ്കിലും ആ ഗൃഹനാഥനും നാഥയ്ക്കുമൊക്കെ കയറാതിരിക്കാൻ പറ്റുമോ? കാലിന് വേദനയാണെങ്കിലോ, അല്ലെങ്കിൽ നിരന്തരം ഇതിൻ്റെ മുകളിലേക്കും താഴേക്കും കയറി ഇറങ്ങി മുട്ടുവേദന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ കയറാനും ഇറങ്ങാനും പ്രയാസമാണ്. അതിന് പിന്നെ ജോലിക്കാരെയും ശമ്പളവും പണവും ഒക്കെ കൊടുത്ത് ആളുകളെ വെക്കേണ്ടി വരുന്നു. അതുപോലെ പണം സമ്പാദിക്കണം. പണം 4 തലമുറയ്ക്ക് ഉണ്ടാക്കിയിടണം. എത്ര തലമുറയ്ക്ക് ഉണ്ടാക്കിയാലും മതിയാവാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. പണം ധാർമ്മികമായ മാർഗത്തിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് സമ്പാദിക്കാൻ സാധിക്കില്ല. പിന്നെ ധാർമ്മികനാകുമ്പോൾ അവൻ്റെ സമ്പാദ്യങ്ങൾ കൂടുതൽ പണം വരുമ്പോൾ പാവങ്ങൾക്ക് അല്ലെങ്കിൽ അതിന് അർഹതപ്പെട്ടവർക്ക് ഒരുവിധം കൊടുക്കാനും ഉള്ള മനസ്സുണ്ടാവണം. അതൊന്നും ഉണ്ടാവുന്നില്ല. ഇത് മുഴുവൻ എൻ്റേതാണ്, ഇത് ഞാൻ ആർക്കും കൊടുക്കില്ല, ഇത് മുഴുവൻ ഞാൻ വെട്ടിപ്പിടിക്കും. അവിടെയാണ് ഋഷി ചോദിക്കുന്നത്, കസ്യസ്വിദ്ധനം, ആരുടേതാണ് കുഞ്ഞെ ഈ ധനം? അപ്പോൾ ഇതിനൊക്കെ ഉള്ള വിവേകമുണ്ടാവാൻ വേണ്ടിയാണ് ഇതൊക്കെ പഠിപ്പിച്ചു തരുന്നത്. ഇഹാമുത്ര ഫലഭോഗ വിരാഗം നമ്മളെന്തിനാ പഠിക്കുന്നത്? ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ സമ്പാദിക്കുകയും അതോടൊപ്പം ഈ ഒരു മനോഭാവം വളർത്തിയെടുക്കുകയും വേണം. അപ്പോൾ സുഖമായി നന്നായിട്ട് പ്രയത്നം ചെയ്ത് പണമുണ്ടാക്കുക, വീട് പണിയുക, വീടുണ്ടാക്കുക, സ്വത്ത് സമ്പാദിക്കുക, ഇതൊക്കെ വേണം. പക്ഷേ അതോടൊപ്പം ഈ ഒരു മനോഭാവം കൂടി നമ്മൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കണം. ഇതൊക്കെ ഈശ്വരൻ്റേതാണ്, എൻ്റേതല്ല. എൻ്റേതാണെന്ന് വിചാരിക്കുമ്പോഴാണ് ഇങ്ങനെ എന്തിനും ദുഃഖവും. ശകലം കാര്യം പോയാൽ ദുഃഖം, വിവാഹം,
ആർഭാടമായിട്ട് നടത്തുന്നു. ഗമംഗേമമായിട്ട് 1000, 2000, 3000 ആളുകളെ വിളിച്ച് എന്തെല്ലാം കോലാഹലമാണ് കാണിക്കുന്നത് വിവാഹത്തിൻ്റെ പേരിൽ. ചിലപ്പോൾ പല വിവാഹ വേദികളിലും കാര്യങ്ങൾ കാണുമ്പോൾ ദുഃഖം തോന്നാറുണ്ട്. ഗുരുദേവൻ്റെ ഫോട്ടോ വെച്ചാണ് പലപ്പോഴും വിവാഹം നടത്തുന്ന വലിയ ഗുരുഭക്തനുമാണ്. പക്ഷേ ആർഭാടങ്ങളോട് ആർഭാടം, തലേ ദിവസവും പിറ്റേ ദിവസവും പിന്നെയോ എന്തെന്തെല്ലാം ആർഭാടങ്ങൾ. എന്നിട്ട് അവർ അവകാശപ്പെടുന്നത് ഞാൻ ഗുരുവിൻ്റെ ഭക്തനാണെന്നാണ്. ഗുരുദേവൻ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു കൊടുത്തു, ഇതൊക്കെ അനാർഭാടമായിരിക്കണം. എല്ലാ ധൂർത്തുകളെയും നിരുത്സാഹപ്പെടുത്തിയ ആളാണ് തൃപ്പാദങ്ങൾ. അത് മനസ്സിലാക്കുന്നില്ല. ആ ധൂർത്തിലെ ഒരു ഭാഗം പാവങ്ങൾക്ക് അന്നവസ്ത്രാദികൾക്കോ അവരുടെ മിനിമം കാര്യങ്ങൾക്കോ വേണ്ടി ചെലവാക്കാൻ കൂടി വിനിയോഗിക്കുകയാണെങ്കിലോ, ലക്ഷങ്ങൾ പൊടി പിടിച്ച് വിവാഹം അമ്മാങ്കം നടത്തുന്നയാൾ അതിൽ ഒരു ഭാഗം എടുത്ത് വീടില്ലാത്തവന് ഒരു ചെറിയ കുടിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ എത്ര ധന്യമായിരിക്കും. പക്ഷെ അതിനൊന്നും നമുക്ക് സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അത് ഈ ഭോഗങ്ങളോടുള്ള താല്പര്യം. എൻ്റേത് ഇത് പൊങ്ങച്ചങ്ങൾ, ആളുകളുടെ മുമ്പിൽ എന്തൊക്കെയോ നേടുന്നതാണ് നേട്ടമെന്ന് ഇയാൾ തെറ്റിദ്ധരിച്ചു പോയിരിക്കുകയാണ്. ആളുകൾ ഇയാളെ പൊങ്ങച്ചാന്ന് ഉള്ളിൽ വിളിക്കുകയാണ്, പുറമേ ചിരിച്ചു കാണിക്കുകയും ചെയ്യും. അതേസമയത്ത് ഈ മുമ്പ് പറഞ്ഞതുപോലെ വേറൊരു നന്മ ചെയ്തെങ്കിൽ അത് ഈശ്വരീയമാക്കപ്പെട്ടേനെ. പക്ഷെ അതിനുള്ള മനസ്സ് നമുക്ക് കാണുന്നില്ല. ചില ഭോഗങ്ങളോടൊക്കെ അമിതമായ താല്പര്യം. ഈ ഭോഗങ്ങളൊക്കെ ക്ഷണപ്രഭാചഞ്ചലമാണെന്നൊന്ന് അറിഞ്ഞുകൊണ്ട് ഭോഗങ്ങൾ ഉപയോഗിക്കുക. തേന തെക്തേന ഭുഞ്ചീത മാകൃത കസ്വസിദ്ധനം. കർമ്മം ചെയ്തിങ്ങി അസംഗനായി ഇരിക്കുക, ഇതല്ലാതില്ലൊന്നും നരനു ചെയ്തിടാനെന്ന് ഉപനിഷത്തും ഋഷിയും ഗുരുവും പറയുന്നത് ഈ ഒരർത്ഥത്തിലാണ്. അങ്ങനെ പോകാൻ നമുക്ക് സാധിക്കണം. ഭോഗങ്ങളൊക്കെ അനുഭവിക്കാം. സാമാന്യമായ കുടുംബ ബന്ധങ്ങൾ, കുടുംബസ്ഥന്മാരായിട്ട് ഗൃഹസ്ഥന്മാരായിട്ട് ജീവിക്കുന്ന വേളയിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് തന്നെ സുഖവും സംതൃപ്തവും ശാന്തിപൂർണവുമായിട്ടുള്ള ജീവിതം നയിക്കാൻ സാധിക്കും. ഇങ്ങനെ വരുമ്പോൾ വ്യക്തികളിൽ നിന്ന് കുകാരങ്ങളൊക്കെ മാറിപ്പോവും. കുശുമ്പ, കുന്നായ്മ, കുരുട്ടുബുദ്ധി തുടങ്ങിയ അധാർമികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട് ഗുരുവിൻ്റെ ശരിയായ ദർശനത്തിലേക്ക് കടന്നു വരുമ്പോൾ. അപ്പോഴാണ് അയാളുടെ ജീവിതം എന്ത് സ്വസ്ഥം, ശാന്തോദാന്തമായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കും. ശാന്തനായിട്ട്, ദാന്തനായിട്ട്. ഋഷിമാരങ്ങനെയാണ് പഠിപ്പിച്ചു തന്നത്. ബുദ്ധനെ നോക്കൂ. ബുദ്ധൻ സർവ്വവിധ ലൗകിക ഭോഗങ്ങളും മാറ്റിവെച്ചിട്ട് ആധ്യാത്മികത ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ആളാണ്. അധ്യാത്മലോകത്തെ ചക്രവർത്തിയായിട്ട് തീർന്നു. ഭോഗങ്ങൾ അനുഭവിച്ചത് കൊണ്ടാണ്. രാജാവെന്നുള്ള പേര് കിട്ടുന്നത് കുറച്ച് ദിവസത്തേക്ക് മാത്രം. ഇങ്ങനൊരു വലിയ രാജാവുണ്ടെന്ന് നമ്മളാരും അറിയത്തേയില്ല. ബുദ്ധനായതുകൊണ്ടാണ് രാജാവിൻ്റെ പദം കളഞ്ഞിട്ടാണ് ബുദ്ധനായെന്ന് അറിയുന്നത് തന്നെ. അല്ലാതെ നൂറുകണക്കിന് രാജാക്കന്മാർ, ആയിരക്കണക്കിന് രാജാക്കന്മാർ ഈ ലോകത്തില്ലായിരുന്നു. അവരെ ആരെങ്കിലും അറിയുന്നുണ്ടോ? ലോകം മുഴുവൻ അറിയുന്ന ഒരു വ്യക്തിയായിട്ട് തീർന്നു. 1856 ചെമ്പഴന്തിയിൽ പിറന്ന നാണു എന്ന് പറയുന്ന കൊച്ചുബാലൻ ഇനിയിപ്പോൾ ലോകം എന്നൊക്കെ ഉണ്ടോ ആ ലോകത്തിലെല്ലാം അറിയപ്പെടുന്ന ആളായിട്ട് തീരും. അവർ നല്ല കൃഷിക്കാരനായിരുന്നെങ്കിലോ, നല്ലൊരു അധ്യാപകനായിരുന്നെങ്കിലോ, നല്ലൊരു ജ്യോതിഷിയായിരുന്നെങ്കിലോ, നല്ലൊരു പൂജാരിയായിരുന്നെങ്കിലോ ഒന്നും അറിയില്ല. മറിച്ച് അധ്യാത്മജ്ഞാനം നേടിയതുകൊണ്ട്, ഈ പറഞ്ഞ ഫലഭോഗ വിരാഗ സമ്പാദനം കൊണ്ടാണ് ഗുരു അനശ്വരനായത്. അല്ലാതെ ഭോഗങ്ങൾ കൊണ്ടൊന്നുമല്ല. ടാറ്റയും ബെർലയും അംബാനിയും ഒക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ, ഏതാനും വർഷം കഴിയുമ്പോൾ വിസ്മൃതിയിലാണ്ട് പോവും. ഇപ്പോൾ ടാറ്റയുടെ വലിയ ആളായിരുന്ന JD ടാറ്റ എന്ന് പറയുന്ന ഇതിൻ്റെ സ്ഥാപകനെ ഇപ്പം ആരും അറിയുന്നില്ല. അയാൾ ഇന്ത്യയിലേക്ക് വാങ്ങാനുള്ള സമ്പത്ത് ഒരു പക്ഷേ ഉണ്ടാക്കിയിട്ടുണ്ടാകും. പക്ഷേ അവരുടെയൊക്കെ നാമം തുച്ഛമായിട്ട് തീരും. അല്ല, ഇന്ത്യയെ ഭരിച്ച വലിയ ആളുകളെന്ന് കരുതുന്ന മന്ത്രിമാരോ പ്രധാനമന്ത്രിമാരോ അവരൊക്കെ കാലത്തിൽ വിസ്മൃതരായി പോകും. പക്ഷേ ഗുരുക്കന്മാരോ, ബുദ്ധഭഗവാന് എന്നും ലോകം ആദരവോടുകൂടി സ്മരിക്കുന്നു. ശങ്കരാചാര്യരെ എല്ലാവരും ബഹുമാനിക്കുന്നു. ഇതാ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആരാധകരുടെ എണ്ണം അനുദിനം കൂടിക്കൂടി വരുന്നു. കാരണം എന്ത്? അവരൊക്കെ ഈ പറഞ്ഞ ഫലഭോഗ വിരാഗത്തിൽ ഉറച്ചു നിന്നവരാണ്. ഗുരുദേവന് ഇഷ്ടം പോലെ സമ്പാദ്യം ഉണ്ടാക്കിയ ആളാണ്. പക്ഷെ അതിനോടൊന്നും രാഗമുണ്ടായിരുന്നില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം.
പ്രവൃത്തിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ആരും ഉണ്ടായിരുന്നില്ല, അതിനോടൊരു സംഘം ഉണ്ടായിരുന്നില്ല, ആസക്തി ഉണ്ടായിരുന്നില്ല. എല്ലാം ചെയ്തു, തൻ്റെ ഒരു നിയോഗമാണ് ഇതെന്ന് അറിഞ്ഞുകൊണ്ട് അസംഗനായിട്ട് അങ്ങ് കർമ്മം ചെയ്ത് എല്ലാം നേടി. ആർക്ക് തന്നു? നമുക്ക് തന്നു. നമുക്ക് തന്നിട്ടൊരു കാരണവരെ പോലെ ഇതെല്ലാം ഉണ്ടാക്കി തന്ന് ഇതൊക്കെ ലീലയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം കളിയാടി. നമ്മൾ ഗുരുവിനെ അറിഞ്ഞില്ല, ഗുരുവിനെ അറിയാൻ താമസിക്കുന്നു, ഗുരുവിനെ മനസ്സിലാക്കിയിട്ടില്ല, മറ്റെന്തൊക്കെയോ ആയിട്ട് ഗുരുവിനെ ചിത്രീകരിക്കുന്നു. അതിൽ നിന്നൊക്കെ ഒരു മോചനം നമുക്ക് വേണം. ഗുരുവിനെ ആയിരിക്കുന്നത് പോലെ അറിയണം. ആ ആയിരിക്കുന്നത് പോലെ അറിഞ്ഞ് ഗുരുപദത്തിൽ ചരിച്ച് ഗുരുകാരുണ്യം നേടുവാനും ഗുരുവിനെ അറിയുവാനും ഒക്കെ ഉള്ള ഒരു എളിയ ശ്രമമാണ് ഈ ഗുരുവിജ്ഞാനീയം വാട്സപ്പ് ഗ്രൂപ്പ്. അതിലൂടെ ഗുരുതത്വം നമുക്ക് വേണ്ടതുപോലെ അറിയാം. എല്ലാവരും സഹകരിക്കുക. നന്ദി.